ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ കുറേ സ്ത്രീകളുമുണ്ട്. ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കുടുംബം പോറ്റാൻ വേദനിക്കുന്നത് സ്ത്രീകളാണ്. അങ്ങനെ സ്ത്രീകളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പറ്റാതെ പിണറായി വിജയൻ ഒരു നാടുവാഴിയെപ്പോലെ ഈ കേരളം കട്ടുമുടിക്കുകയും ഭരിക്കുകയും ചെയ്തു. ഈ സ്ത്രീകളുടെ, ഈ അമ്മയുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കി കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ അമ്മയുടെ ശാപവാക്കുകൾ യഥാർത്ഥത്തിൽ സഖാക്കളെ കുടുക്കിയത് ഇതല്ലേ? നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്നത് വേറെ 232 രൂപയാണ്. ആ അവകാശമാണ്. കൂലി വേല കൂലിക്ക് എന്തിനു സാറേ ഈ ശാപം എവിടെ കൊണ്ട് വെക്കും? ശാപം ദൈവമേ, ഈ ശാപം ഒരു കാലത്ത് തീരല്ലേ, ഒരു കാലത്തും തീരല്ലേ ഭഗവാന്. ഞങ്ങളുടെ ഈ പാവപ്പെട്ട ജനങ്ങളോട് കാണിച്ചത് ഒരു കാലത്തും തീരല്ലേ. അനുഭവിക്കും, അനുഭവിക്കും. ഞങ്ങൾ ഈ ഭൂമിയിലെ അനുഭവിക്കും, യവനുവേണ്ട പിക്കാലങ്ങൾ അനുഭവിക്കും. ഈ പാവങ്ങളും നിസ്സാരം 32 രൂപയ്ക്ക് ജോലിയാണ് ഞങ്ങളോട്. എന്തിനാ ഈ ശാപം ഞങ്ങളോട് കാണിക്കണം? ഈ പാവം സർവേശ്വരനുണ്ടാക്കിയപ്പോ പുഴുത്തേറ്റാവുള്ളൂ, പുഴുവിട്ട് ചാവും. എന്തായാലും ന്യൂസ് അവറിന് പറയാനുള്ളത്, ആശാ സമരകാലത്ത് തലമൊട്ടയടിച്ച പാവപ്പെട്ട ആശാപ്രവർത്തക പത്മജ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കാം. നമസ്കാരം. 232 രൂപയ്ക്കാണ് ദൈവമേ ഈ പാവം എവിടെ കൊണ്ടുവയ്ക്കും ഭഗവാന്? ഈ മന്ത്രിമാരെവിടെ കൊണ്ടുവയ്ക്കും ദൈവമേ? ഞങ്ങൾക്ക് സഹിക്കണില്ലേ, ഞങ്ങൾക്ക് ഒറ്റാത്തമാർക്ക് സഹിക്കണില്ലേ? ഞങ്ങളെ ചങ്കാടെ അർത്തെടുക്കണം, ഞങ്ങളെ ചങ്കാടെ അർത്തെടുക്കണം ഭഗവാനെ. ദൈവമേ ചിന്തകളെ ഭഗവാനെ, 232 രൂപയ്ക്കാണ് ഈ വന്ന് കിടക്കുന്നത്. ഈ മഴയത്തും വെയിലത്തും ഭഗവാനെ ഇതിനുള്ള കൂലി നീ കൊടുക്കണേ ദൈവമേ, നീ കൊടുക്കണേ. ഇതാണ് ഞങ്ങളുടെ പ്രതികാരം, ഇതാണ് ഞങ്ങളുടെ പ്രതികാരം. ഇതിന് സമാധാനം പറയണം 3 മന്ത്രിമാർ, ആരോഗ്യവകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, ധനമന്ത്രി. സമാധാനം പറഞ്ഞേ പറ്റൂ. ഇതിന് ദൈവം കൊടുത്തു ഞങ്ങളുടെ എന്തിന് ദൈവമേ ഞങ്ങളെ ഇവിടെ ഇതിന് കൂടി ഇവിടെ അടിമ